ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ കുറച്ച് വീട്ടിനുള്ളിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 7 മണി 7:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന് നല്ല ചൂട്. പിന്നെ നമ്മൾ മുളക് നട്ടതിൻ്റെ താഴെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ചെടിയുണ്ട്. ഇതെന്തിൻ്റെ ചെടിയാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തണ്ണിമത്തൻ്റെ ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ തണ്ണിമത്തൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണ്ണിമത്തൻ്റെ തൈയാണോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും അത് ഉണ്ടാവട്ടെ, നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഇതാ ഒരു മുളക് സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ഒരു ചുമരിൻ്റെ മൂലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ പറിച്ചിട്ട് നമ്മളൊരു വേറൊരു പോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വേറൊരു മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പോട്ടിലേക്ക് തന്നെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മളൊരു പൂച്ചക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദുകുട്ടി ഇന്ന് നേരത്തെ അതിനെ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മുളക് ഉണ്ടായിരുന്നു, ഒരു 4-5 ഉണ്ടായിരുന്നു. അത് നല്ലോണം മൂക്കുന്നതിന് മുന്നേ ഞാൻ പറിച്ചെടുത്ത്. പിന്നെ ഒരറ്റത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരറ്റത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പോവുമല്ലോ, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ചാക്കിൽ നട്ട മുരിങ്ങണ്ടല്ലോ, അത് ഇതാ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറിച്ച് മാറ്റിയിട്ടോ. പിന്നെ രാവിലെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിന ഒന്ന് പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പുതിനെല്ലാം മണക്കുമ്പോണ്ടല്ലോ നല്ല മണമാണ്. ശരിക്കും നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന പോലെ നല്ല കേട്ടോ. നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുന്ന പുതിനയിലേക്ക് ഉണ്ടാകുന്ന ഒരു സ്മെല്ല് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പുതിന നട്ടിട്ട് ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറേ കമ്പളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇനി ഒരുപാട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗാർഡൻ വീഡിയോസിലൊക്കെ നമ്മൾ പുതിനെ കുറിച്ച് കാണിക്കുമ്പോൾ പേഴ്സണലായിട്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പുതിനെല്ലാം ഇത്രയും നന്നായിട്ട് ഉണ്ടാകുന്നത്, ഇതിനെന്താണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.